ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, അത് ഗൾഫ് രാജ്യങ്ങളിലാവട്ടെ, ഗൾഫിന് പുറത്തുള്ള അറബ് രാജ്യങ്ങളിൽ, നോൺ അറബ് രാജ്യങ്ങളിൽ, നമ്മുടെ ഇന്ത്യയിൽ, മ്യാൻമറിൽ, ചൈനയുടെ ചില ഭാഗങ്ങളിൽ, ചെച്നിയയിൽ, കശ്മീരിൽ, ഇതൊക്കെ നമ്മുടെ പരിസരങ്ങളാണ്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ വേദനയേറിയ കഠിനമായ അനുഭവങ്ങൾക്ക് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിന്റെ കവാടം അവർക്കും നമുക്കും തുറന്നു തരട്ടെ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരന്മാർ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒരു സദസ്സിലാണ് മഹാനായ അൽ മുസ്തൗരിദുൽ ഖുറശി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ സ്വഹാബിയാണ് അൽ മുസ്തൗരിദ് റളിയല്ലാഹു അൻഹു. അവർ പറഞ്ഞു, സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, തിരുനബി തങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. തഖൂമുസ് സാഅ വറൂമു അക്സറുൻ നാസ്, ലോകാവസാനം നടക്കുമ്പോൾ ലോകത്ത് ഇംഗ്ലീഷുകാരായിരിക്കും, യൂറോപ്യരും അമേരിക്കക്കാരുമായിരിക്കും ലോകത്ത് ഉയർന്ന നിലവാരമുള്ള ആളുകളും, ആളുകൾ കണ്ണെത്തി നോക്കുന്നതും അവരിലേക്കായിരിക്കും. അക്കാലത്താണ് അന്ത്യനാള് സംഭവിക്കുന്നതെന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് മഹാനായ അൽ മുസ്തൗരിദുൽ ഖുറശി റളിയല്ലാഹു അൻഹു. ഇത് അത്ഭുതമേറിയ ഒരു ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്. തഖൂമുസ് സാഅ വറൂമു അക്സറുൻ നാസ്, മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ റോമക്കാരായിരിക്കും എന്നല്ല അതിനർത്ഥം. റോം എന്ന വാക്കിന്റെ അർത്ഥം യൂറോപ്പിലും അമേരിക്കയിലും ജീവിക്കുന്ന പടിഞ്ഞാറൻ നാട്ടുകാർ എന്നാണ് അതിന്റെ വിവക്ഷത. ലോകത്തവരായിരിക്കും കൂടുതൽ. ഈ ഹദീസ് വചനത്തെ ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് എണ്ണത്തിൽ അവർ കൂടുതലാകും എന്നല്ല, അത് ചൈനക്കാരാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ ആളുകൾ പറയുന്നത് ഇംഗ്ലീഷുകാരെ കണ്ടോ, അമേരിക്കക്കാരെ കണ്ടില്ലേ, അവര് ചെയ്യുന്നത് കണ്ടോ, ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് കണ്ടോ, ഇങ്ങനെ ഇംഗ്ലീഷുകാരിലേക്ക് വിരലുകൾ ചൂണ്ടുകയും അവര് ലോകത്ത് പ്രകടമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം അന്നാണ് അന്ത്യനാള് സംഭവിക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് അൽ മുസ്തൗരിദുൽ ഖുറശി റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസ് എന്നവർ പറഞ്ഞു, അബ്സുർ മാ തഖൂൽ, മുസ്തൗരിദേ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു നിങ്ങൾ മനസ്സിലാക്കണം. അബ്സുർ മാ തഖൂൽ, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു മനസ്സിലാക്കി പറയണം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടത് തന്നെയാണോ ഇത്? അഖൂലു മാ സമിഅ്തു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ കേട്ടത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടത്. അന്നേരം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഇൻ ഖുൽത ദാലിക, ലഇൻ ഖുൽത ദാലിക, അങ്ങനെ ഒരു ഹദീസ് നീ എന്നോട് പറയുന്ന പക്ഷം അതിന്റെ ചില കാരണങ്ങൾ ഞാൻ നിന്നെ ബോധിപ്പിക്കാം. മഹാനായ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഇൻ ഖുൽത ദാലിക, നിങ്ങൾ ആ പറയുന്നത് അങ്ങനെ തന്നെയാണെങ്കിൽ, ഇന്ന ഫീഹിം ലഖിസാലൻ അർബഅ, 4 വിഷയങ്ങളുണ്ട് യൂറോപ്യരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ. അന്ത്യനാളിനോടടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ലോകത്ത് ഉയർന്നു നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ലോകത്തവർ മുൻപന്തിയിൽ വരാൻ കാരണം? ലഇൻ ഖുൽത ദാലിക ഇന്ന ഫീഹിം ലഖിസാലൻ അർബഅ, 4 വിഷയങ്ങൾ യൂറോപ്യന്മാരിലുണ്ട്. ഇന്നഹും ലഅഹ്ലമുൻ നാസി ഇൻദ ഫിത്ന, ഒരു പരീക്ഷണം വരുമ്പോൾ, ഒരു ഫിത്നയുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത്, സഹിഷ്ണുത കാണിക്കുന്നത് യൂറോപ്യരായിരിക്കും. അഹ്ലമുൻ നാസി ഇൻദൽ ഫിത്ന,
ഫ്രാൻസിലും UK-യിലും അവിടുത്തെ വിവിധ നഗരങ്ങളിൽ, ന്യൂയോർക്ക് സിറ്റിയിൽ, വിവിധങ്ങളായ ലോക പ്രശസ്തമായ നഗരങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അത് നടത്തുന്നവർ മുസ്ലിമീങ്ങളല്ലെന്നും ഇസ്ലാമുമായവർക്ക് യാതൊരു ബന്ധവുമില്ലെന്നും നമ്മൾ തുറന്ന് മനസ്സിലാക്കിയവരാണ്, തുറന്ന് പറയുകയും ചെയ്യുന്നു. നിരപരാധികളെ കൊല്ലുന്നതല്ല ഇസ്ലാം, നിരപരാധികളെ വധിക്കുന്നതല്ല ഇസ്ലാം. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ആ സിറ്റുവേഷൻ അവർ ഡീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന മെട്രോകളിലും അവിടുത്തെ നഗരമധ്യങ്ങളിലും നടക്കുന്ന കഫേകളിൽ, ക്ലബ്ബുകളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ എത്ര കൃത്യതയോടുകൂടെയാണ്, സഹിഷ്ണുതയോടുകൂടെയാണ് അവരിത് കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചേർത്ത് വായിക്കാൻ കഴിയും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു യൂറോപ്പിനെ സംബന്ധിച്ച് പറയുന്ന 4 സവിശേഷ ഗുണങ്ങൾ 5 എണ്ണമുണ്ട്. 5-ാമത്തേതും ചില റിവായത്തുകളിലുണ്ട്. അത് പറയാൻ കാരണം അവർക്ക് ലോകത്ത് മേൽക്കോയ്മ കിട്ടാൻ കാരണമാവുന്നത് ഈ സ്വഭാവ ഗുണങ്ങളാണെന്ന് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കാൻ തന്നെ. ഒരു സമുദായത്തെ വിലയിരുത്തുന്ന സമയത്ത് അവരിലെ നന്മകൾ, അവരിലെ ഗുണഗണങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല. അവരിലെ നന്മകൾ നമുക്ക് മറന്നു പോവാൻ കഴിയില്ല. അവരുടെ ഗുണങ്ങൾ എടുത്തു പറയണം. അതാണ് ഇന്നഹും ലഅഹ്ലമുൻ നാസി ഇൻദ ഫിത്ന. എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ അവർ ഏറ്റവും നല്ല ക്ഷമയുള്ളവരാണ്, സഹിഷ്ണുതയുള്ളവരാണ്. വഅസ്റഉഹും ഇഫാഖതൻ ബഅദ മുസീബ. ഒരു മുസീബത്തിന് ശേഷം, ഒരു പരീക്ഷണം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ എത്രയും പെട്ടെന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരാണവർ. ഒരു സുനാമിയോ ഒരു കത്രീനയോ ഏതെങ്കിലും കൊടുങ്കാറ്റുകളോ അടിച്ചുവീശി നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അത് റിക്കവർ ചെയ്യുന്നത് യൂറോപ്യന്മാർ ചെയ്യുന്നത് വളരെ പെട്ടെന്നാണ്. അതാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അസ്റഉഹും ഇഫാഖതൻ ബഅദ മുസീബ. ഒരു വിപത്ത് സംഭവിച്ചാൽ ആ വിപത്തിനെ മറികടക്കാനുള്ള സ്ട്രാറ്റജികൾ യൂറോപ്യന്മാരുടെ കയ്യിലുണ്ട്. വഔശകുഹും കററൻ ബഅദ ഫറ. ഒരു തിരിച്ചടിക്ക് ശേഷം അടുത്ത ഒരു യുദ്ധത്തിന് അവർ ആക്കം കൂട്ടുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ഒരു യുദ്ധം കഴിഞ്ഞാൽ അതിന്റെ ക്ഷീണം അവസാനിക്കുമ്പോഴേക്കും അടുത്ത ഒരു യുദ്ധത്തിന് അവർ കോപ്പുകൂട്ടുകയായി. 1-ാം ലോക മഹായുദ്ധത്തിന്റെ മഹാകെടുതികൾ നമ്മുടെ മക്കൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് വർഷങ്ങൾ എടുത്തില്ല, വളരെ പെട്ടെന്നല്ലയോ 2-ാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. വേൾഡ് വാർ സെക്കൻഡ്. ഒരു യുദ്ധം കഴിഞ്ഞാൽ അടുത്തത്. കുവൈറ്റും ഇറാഖും ഇറാനും തമ്മിലുള്ള യുദ്ധങ്ങൾ യൂറോപ്യന്മാർ ഇടപെട്ട് കഴിഞ്ഞപ്പോഴേക്കും ലിബിയയിൽ, അൾജീരിയയിൽ, ഇറാഖിൽ പിന്നീട് തിരിച്ചു വരുന്നു. അങ്ങനെ രാജ്യങ്ങളിൽ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് വളരെ പെട്ടെന്ന് ശക്തി സംഭരിക്കുന്ന സ്വഭാവം യൂറോപ്യന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ലോകത്ത് ഏറ്റവും പ്രകടമായ സമുദായമായി മാറുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെയാണ് സ്വഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നത്. തഖൂമുസ് സാഅ വറൂമു അക്സറുൻ നാസ്. ലോകാവസാനം നടക്കുമ്പോൾ യൂറോപ്യരാണ് ലോകത്ത് മനുഷ്യരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ആ അക്സറിന്റെ അർത്ഥം അങ്ങനെയാണ്, അവർ എണ്ണത്തിൽ കൂടുതലാണെന്നല്ല, അവരായിരിക്കും മുൻപന്തിയിൽ. മഹാനായ അംർ ഇബ്നുൽ ആസ് എന്നവർ ഒന്നുകൂടെ പറയുന്നു, വഖൈറുഹും ലിമിസ്കീനിൻ വയതീമിൻ വദഈഫ്. പാവപ്പെട്ടവരോട്, യതീമുകളോട്, ദഈഫിൻ ദുർബലരായ ആളുകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നതും അവർ തന്നെയാണ്. അവരാണ് സാധു സംരക്ഷണ രംഗത്ത് ഏറ്റവും മുൻപന്തിയിലുള്ളത്. ചാരിറ്റി ചെയ്യുന്നത് അവരാണ്. റെഡ് ക്രോസ് ഉണ്ടായിരുന്നു, റെഡ് ക്രോസ് സൊസൈറ്റി. അതിൽ പിന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ റെഡ് ക്രസന്റ് സൊസൈറ്റികൾ ഉണ്ടാകുന്നത്. ചാരിറ്റി സംഘടനകൾ ലോകമഹായുദ്ധത്തിന് ശേഷം ആരംഭിച്ചത്, അതിന് മുമ്പും ആരംഭിച്ചത് യൂറോപ്യരാണ്. അവരെ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. ഇന്ന് UK-യിൽ, ലണ്ടനിൽ താമസിക്കുന്ന മലയാളികൾക്കറിയാം, ജോലിയില്ലാത്ത ആളുകൾക്ക് മാസത്തിൽ $3000 മറ്റോ സാമ്പത്തിക സഹായം അവിടുത്തെ ഗവൺമെന്റ് പണിയില്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നുണ്ട്. ശമ്പളം കൃത്യമായ ഒരു സ്കെയിലിന്റെ മുകളിലെത്തുമ്പോഴാണ് അവർക്ക് ടാക്സ് കൊടുക്കേണ്ടത്. എന്നാൽ പാവപ്പെട്ടവർക്ക് അവിടെ ജീവിക്കാൻ ഒരു പ്രയാസവുമില്ല. ഒരു ഇസ്ലാമിക രാജ്യത്ത് നടപ്പാക്കപ്പെടേണ്ട നന്മകൾ ഇന്ന് യൂറോപ്യൻ നാടുകളിലുണ്ട്. ഒരു രോഗിക്ക് പ്രയാസമില്ല ചികിത്സിക്കാൻ. വീടില്ലാത്ത ഒരാളും റോഡരികിൽ കിടന്നുറങ്ങുന്ന,
യാചകന്മാരെ പോലെയുള്ള ആളുകളെ നമുക്ക് യൂറോപ്യൻ നാടുകളിൽ കാണുക സാധ്യമല്ല. അതുകൊണ്ടാണ് അംർ ഇബ്നുൽ ആസ് എന്നവർ പറയുന്നത്, വഖൈറുഹും ലിമിസ്കീനിൻ വയതീമിൻ വദഈഫ്, പാവപ്പെട്ടവരോടും മിസ്കീന്മാരോടും യതീമുകളോടും ഏറ്റവും നന്നായി പെരുമാറുന്നത് യൂറോപ്യന്മാരാണ്, പടിഞ്ഞാറുകാരാണ്, അമേരിക്കക്കാരാണ്. ഈ നന്മകൾക്ക് പുറമെ ഖാമിസ ഹസനത്തുൻ ജമീല, വഖാമിസ ഹസനത്തുൻ ജമീല, മറ്റൊന്ന് അഞ്ചാമത്തെ ഒരു നന്മയുണ്ടവരിൽ, വഅംനഉഹും മിൻ ദുൽമിൽ മുലൂക്, വഅംനഉഹും മിൻ ദുൽമിൽ മുലൂക്, രാജാക്കന്മാരുടെ അക്രമങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളെ തടഞ്ഞു നിർത്തുന്നത്, ഭരണാധികാരികൾക്ക് അക്രമം ചെയ്യാൻ കഴിയാതെ ഭരണാധികാരികളുടെ അക്രമങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതും യൂറോപ്യരും അമേരിക്കക്കാരുമാണ്. റോം എന്ന വാക്കിന് ആ അർത്ഥമാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. നമുക്കിന്നും അറിയാം, സ്വേച്ഛാധിപത്യ ഭരണം അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് കാണുക സാധ്യമല്ല. ഡെമോക്രസികളാണ് അവിടെ, സ്വേച്ഛാധിപതികൾ അവിടെ ഇല്ല. സ്വേച്ഛാധിപത്യ ഭരണത്തെ സഹിക്കാനും അവരെ കൊണ്ട് കഴിയില്ല. എന്നാൽ സ്വേച്ഛാധിപത്യ ഭരണം എത്രയോ മുസ്ലിം നാടുകളിൽ കാലങ്ങളോളം നിലനിന്നിട്ടുണ്ട്. സ്വേച്ഛാധിപതികൾ രാജാക്കന്മാരുടെ ഭരണാധികാരികളുടെ അക്രമങ്ങൾ സഹിച്ചും പുറത്തും ജീവിക്കുന്നവരെ. എന്നാൽ യൂറോപ്യരാണെങ്കിലോ വഅംനഉഹും മിൻ ദുൽമിൽ മുലൂക്, രാജാക്കന്മാരുടെ അക്രമങ്ങളിൽ നിന്ന് ഏറ്റവും പ്രതിരോധം തീർക്കുന്നവരാണവർ. ഈ 5 ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് ലോകത്ത് ഏറ്റവും മുൻപന്തിയിൽ വരാൻ അവർക്ക് സാധ്യതയുണ്ട്. ഈ ഗുണങ്ങൾ യൂറോപ്യരിൽ ഞാൻ കാണുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഈ സംഭവം സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഇതൊരു വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ഹദീസാണ്. തഖൂമുസ്സാഅ വറൂമു അക്സറുൻ നാസ്, ബ്രിട്ടീഷുകാരെ നമ്മൾ തുരത്തിയോടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളിൽ അധികവും യൂറോപ്യരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയവരാണ്. എന്നാൽ യൂറോപ്യന്മാരുടെ കൂടെ ജീവിക്കാനും ആ രാജ്യങ്ങളിൽ ചെന്ന് അധ്വാനിക്കുവാനും ഇന്ന് അവരെ തുരത്തിയോടിച്ച ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കവർ വേണമെന്നും പുരോഗതി അവരുടെ കൈകളിലാണെന്നും പുരോഗതി അവരാണ് നിർണയിക്കുന്നതെന്നും വികസനത്തിന്റെ ഡെഫിനിഷൻ നൽകുന്നത് യൂറോപ്യരാണെന്നും മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. ഇതിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, തഖൂമുസ്സാഅ വറൂമു അക്സറുൻ നാസ്, തഖൂമുസ്സാഅ വറൂമു അക്സറുൻ നാസ്, ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മുമ്പിൽ പ്രകടത കാണിക്കാൻ കഴിയുന്നവരായി, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസനത്തിന്റെ വക്താക്കളായി യൂറോപ്യന്മാർ ലോകത്ത് കടന്നു വരുന്ന കാലമാണ് അന്ത്യനാളിന്റെ അടയാളമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങളെ നാം അനുസ്മരിക്കുകയാണ് ഇവിടെ. ഇന്നത്തെയും നാളത്തെയും ചർച്ചകളിലൂടെ നമ്മുടെ വിശ്വാസം കനം തൂങ്ങണം. ഇസ്ലാം മതങ്ങളിൽ കേവലം ഒരു മതമല്ല, ഇതാണ് മനുഷ്യൻ സ്വീകരിക്കേണ്ട മതമെന്ന് മുത്തനബി തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങൾ സത്യമായി പുലരുന്ന കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങളിലൂടെ ചെന്നു നോക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ സംസാരിച്ചത് അള്ളാഹുവിന്റെ വചനങ്ങളായിരുന്നുവെന്നും അള്ളാഹു പറഞ്ഞതല്ലാതെ നബി തങ്ങൾ ഒന്നുമേ സ്വന്തമായി പറഞ്ഞിട്ടില്ലെന്നും നബി തങ്ങളുടെ ഹദീസുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ നബി തങ്ങളുടെ ഹദീസുകൾ രേഖപ്പെടുത്തിയിരുന്ന സ്വഹാബിയാണ്. നബി തങ്ങളുടെ ഹദീസുകൾ രേഖപ്പെടുത്തിയിരുന്ന സ്വഹാബിയാണ്. കുന്തു അക്തുബു കുല്ല ശൈഇൻ നസ്മഉഹു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്തൊക്കെയാണോ പറയുന്നത് അത് മുഴുവനും ഞാൻ രേഖപ്പെടുത്തുമായിരുന്നുവെന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വചനങ്ങൾ ഓരോന്നും ഞാൻ എഴുതി വെക്കുമായിരുന്നു. അങ്ങനെയാണ് ഖുറൈശികളിൽ ചില ആളുകൾ എന്നോട് പറഞ്ഞത്, ഇന്ന റസൂലല്ലാഹി ബശറുൻ, നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ലയോ, യതകല്ലമു ഫിൽ ഗളബി വറിദാ, ദേഷ്യം വരുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും സംസാരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനല്ലയോ എന്ന് ഖുറൈശികളായ അമുസ്ലിമീങ്ങളാണ് എന്നോടെന്ന് പറഞ്ഞത്. നിബിതങ്ങളിൽ സാധാരണത്വം ചാർത്തുന്നത് പാതകമാണ്, കുറ്റമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് എന്തിന് നീ എഴുതി വെക്കണം എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവരോട് ഖുറൈശികൾ പറഞ്ഞപ്പോ മഹാൻ പറയുന്നു, ഞാൻ എന്റെ എഴുത്തവിടെ നിർത്തിവെച്ചു. അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, നബിയേ, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയുടെ ഹദീസ് രേഖപ്പെടുത്തുന്നു നിർത്തിവെച്ചു നബിയേ. എന്തു പറ്റു അബ്ദുല്ലാ? ജനങ്ങൾ പറഞ്ഞു എന്നോട് ഇങ്ങനെ ഒരു മനുഷ്യനല്ലയോ തെറ്റുപറ്റില്ലയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ ഗുരു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നോട് പറഞ്ഞത്, ഉക്തുബ്, എഴുതുക അബ്ദുല്ലാ, നിങ്ങൾ എഴുതുക. ഫവല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ ഖറജ മിൻ ഹാദാ ഇല്ലൽ ഹഖ്. നബി തങ്ങളുടെ നാവിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഫവല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ ഖറജ മിന്നീ ഇല്ലൽ ഹഖ്, എന്നിൽ നിന്ന് സത്യമല്ലാതെ മറ്റൊന്നും പുറത്തു വരികയില്ല, എന്റെ നാവിൽ നിന്ന് സത്യമല്ലാതെ വരികയില്ല. അബ്ദുല്ലാഹി, എഴുതി വെച്ചോളൂ എന്ന് എന്നോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം എന്നിവരും പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാരാണ്. മഹാന്മാരായ രണ്ട് മുഹദ്ദിസുമാർ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ലഖദ് ഖതബനാ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ഒരു പ്രഭാഷണം ചെയ്തു, ഒരു ഖുത്ബ ചെയ്തു. മാ തറക ഫീഹാ ഷൈഅൻ ഇലാ ഖിയാമിസ് സാഅതി ഇല്ലാ ദകറ, ലോകാവസാനം വരെ നടക്കാൻ പോകുന്നതെല്ലാം നബി തങ്ങൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, അതറിഞ്ഞവർക്ക് അറിഞ്ഞു, അറിയാത്തവർക്ക് അറിഞ്ഞില്ല, എന്നാൽ ഞങ്ങൾക്ക് എല്ലാം നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് സാഹിബു സിർരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്ന മഹാനായ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു. സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ് കൂടെ നമുക്ക് പഠിച്ചു നോക്കാം. സ്വല്ലാ ബിനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്ർ, ദീർഘമായ ഒരു പ്രഭാഷണം നബിതങ്ങൾ ഒരു ദിവസം നീണ്ടുനിന്ന പ്രഭാഷണം ചെയ്തതാണ് ഹദീസിലുള്ളത്. നബിതങ്ങൾ ഞങ്ങൾക്ക് സുബ്ഹി നിസ്കാരത്തിന് ഇമാമായി നിന്നു. സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് സുബ്ഹിക്ക് ഇമാമായി നിന്നു. അതിനുശേഷം സുമ്മ സ്വഇദൽ മിംബർ, എന്നിട്ട് നബിതങ്ങൾ മിമ്പറിൽ കയറുകയുണ്ടായി. ഹത്താ ഫഖതബനാ ഹത്താ ഹളറത് ളുഹർ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫജ്ർ നിസ്കാരം കഴിഞ്ഞ് മിമ്പറിൽ കയറി ഖുത്ബ തുടങ്ങി, പ്രഭാഷണം തുടങ്ങി. ശരിയായി വരുന്നുണ്ട്. ഹത്താ ഹളറത്തിൽ ളുഹർ, ളുഹർ ബാങ്ക് വിളിക്കുന്നവരെ നബി തങ്ങൾ ഞങ്ങളോട് പ്രഭാഷണം ചെയ്തു. ളുഹർ നിസ്കാരത്തിന് നേരമായപ്പോൾ താഴെ ഇറങ്ങി ളുഹർ നിസ്കരിച്ചു നബി തങ്ങൾ. അത് കഴിഞ്ഞ് അസ്ർ വരേക്കും വീണ്ടും നബി തങ്ങൾ ഖുത്ബ നിർവഹിച്ചു. അസ്ർ നിസ്കാരത്തിന് നബി തങ്ങൾ താഴെ ഇറങ്ങി. അത് കഴിഞ്ഞ് മഗ്രിബ് നിസ്കാരം വരെ നബി തങ്ങൾ ഞങ്ങളോട് പ്രഭാഷണം ചെയ്ത ഒരു നേരമുണ്ട്. ഫഅഖ്ബറനാ ബിമാ കാൻ വബിമാ ഹുവ കായിനുൻ, സംഭവിച്ചു കഴിഞ്ഞതും സംഭവിക്കാൻ പോകുന്നതും അന്ന് വരേക്കും മുസ്ലിം ലോകം കണ്ടതും ഇനി കാണാനിരിക്കുന്നതും നബി തങ്ങൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞു തന്നു എന്ന് മഹാനായ അബൂ സയ്യിദ് അംർ ഇബ്നു അഖ്തബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ദീർഘമായ ഒരു പ്രഭാഷണം പഠിപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ ഉമ്മത്ത് പഠിക്കൽ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്, സംഭവിക്കാൻ പോകുന്നത് ഉമ്മത്ത് എന്തുകൊണ്ടറിയണം, അവരുടെ ഈമാൻ സുശക്തമാകുവാനും ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്ന് അറിയുവാനും തന്നെ നമ്മൾ വരാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചറിഞ്ഞിരിക്കണം. അത് ഇൽമാണ്, വിവരമാണ്. നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മസീഹു ദജ്ജാലിനെ കുറിച്ച് പഠിക്കണം. ഇന്ന് നമ്മുടെ ചർച്ചയിൽ ദജ്ജാൽ വരുന്നില്ല, നാളെ ഒരു പക്ഷേ നമുക്ക് ആ ഭാഗം ചർച്ച ചെയ്യേണ്ടി വരും. നിങ്ങൾ മസീഹു ദജ്ജാലിനെ കുറിച്ച് പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ നിങ്ങളിൽ ചില ആളുകൾ എനിക്ക് ഈമാനുണ്ട്, എന്ത് മസീഹു ദജ്ജാൽ, അവനൊന്നും എന്റെ ഈമാനിന്റെ മുമ്പിൽ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് മസീഹു ദജ്ജാലിന്റെ മുമ്പിലേക്ക് നടന്നു വരും. മസീഹു ദജ്ജാൽ പറയും, ഞാൻ അല്ലാഹുവാണെന്ന് വിശ്വസിക്കുമോ? അവൻ പറയും, ഇല്ല, നീ ദജ്ജാലാണ്. നിന്റെ ഉമ്മയെ ഉപ്പയെ, മരിച്ചുപോയി കിടക്കുന്ന ഉമ്മയെ ഉപ്പയെ ഞാൻ നിനക്ക് എഴുന്നേൽപ്പിച്ചു തന്നാൽ നീ എന്നെ വിശ്വസിക്കുമോ? നോക്കാം.
അപ്പോഴാണ് മസീഹു ദജ്ജാൽ പറയുന്നത്, അവന്റെ ഉമ്മയോടും ഉപ്പയോടും എഴുന്നേറ്റ് വരിക എന്ന് പറയുമ്പോൾ ഖാമ ശൈത്വാനാനി അൻ യമീനിഹി വശിമാലിഹി, മസീഹു ദജ്ജാലിന്റെ വലതു ഭാഗത്ത് ഒരു പിശാച് അവന്റെ ഉപ്പയുടെ രൂപത്തിലും വേറെ ഒരു പിശാച് അവന്റെ മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തിലും വന്ന് മസീഹു ദജ്ജാലിന്റെ വലതും ഇടതും നിൽക്കുമ്പോൾ ഫയസ്ജുദു, ഈ പറഞ്ഞ മനുഷ്യൻ മസീഹു ദജ്ജാലിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിവൻ ചെയ്യുമെന്ന് ആദ്യമേ അറിഞ്ഞിരുന്ന ഒരാൾക്ക് ഈ അബദ്ധം പറ്റുകയില്ല. മസീഹു ദജ്ജാൽ ഇത്രയും കഴിവുള്ള ആളാണ്. നിങ്ങളുടെ ഉമ്മയെ ബാപ്പയെ പോലും പിശാചുക്കളോട് ആ മാതാപിതാക്കളുടെ രൂപത്തിലാവാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ അവൻ ജീവിപ്പിച്ചു കാണിക്കുന്ന പോലെ അത്ഭുതം കാണിക്കുന്നവനാണ്. പക്ഷേ പെട്ടുപോവല്ലേ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം. ലോകത്തിന് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇതുവരെ നടന്നു കഴിഞ്ഞത്, ഇനി നടക്കാൻ പോകുന്നത് ഈ ഉമ്മത്തിന് കൃത്യമായി നിബിധങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, യൂഷികു അൻ തദാഅ അലൈക്കുമുൽ ഉമം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് പറയുന്നു, ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് പേടിക്കുവാനുള്ളതല്ല, പേടിപ്പിക്കാനുമുള്ള സദസ്സല്ല, എന്നാൽ ഒരുങ്ങി നിൽക്കാൻ വേണ്ടി യൂഷികു അൻ തദാഅ അലൈക്കുമുൽ ഉമം, നിങ്ങളുടെ മേൽ എല്ലാ സമുദായങ്ങളും ശത്രുത കാണിക്കുന്ന ഒരു കാലം വരും. നിങ്ങളെ കണ്ടുകൂടാ എന്ന് കാണുന്ന ഒരു കാലം വരും. ഗവൺമെന്റുകൾ മാറി മാറി വരുമ്പോൾ ഒരു മുസ്ലിമാണ് ഒരു സ്ഥാനത്തുള്ളത് എന്ന് കണ്ടാൽ അവനെ താഴെ ഇറക്കണം. റിക്രൂട്ട്മെന്റുകളിൽ കൃത്രിമം കാണിക്കും. മുസ്ലിമേതര ആളുകൾക്ക് പോസ്റ്റിംഗ് നൽകും. മുസ്ലിമീങ്ങളെ തഴയും, കൃത്യമായും തഴയും. അത്രയും അനുഭവങ്ങൾ നിങ്ങൾക്ക് വരാനുണ്ട്. യൂഷികു അൻ തദാഅ അലൈക്കുമുൽ ഉമം, സമുദായങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗം എന്ന് മാത്രമല്ല, മതമില്ലാത്തവരെ പച്ച സാധുക്കളാണെന്ന് നമ്മൾ വിചാരിച്ച ബുദ്ധന്മാരല്ലയോ മ്യാൻമറിലെ മുസ്ലിമീങ്ങളെ ക്രൂരമായി നരനായാട്ടു നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ബുദ്ധന്മാർ ഇത് ചെയ്യുമെന്ന്, ബുദ്ധമത വിശ്വാസികൾ ഇത് ചെയ്യുമെന്ന്? യൂഷികു അൻ തദാഅ അലൈക്കുമുൽ ഉമം, നിങ്ങളുടെ മേൽ സമുദായങ്ങൾ കൈവക്കാൻ തുടങ്ങും. ഇതുപോലെ കമാ തദാഅൽ നഖ്ലതു ഇലാ ഖസ്അതിഹാ, ഭക്ഷണം കഴിക്കാൻ വിശന്ന് വരുന്ന ആളുകളുടെ മുമ്പിലേക്ക്, 4-5 ദിവസം ഭക്ഷണം കിട്ടാതെ വിശന്ന് നടക്കുന്നവരുടെ മുമ്പിലേക്ക് ഒരു ഭക്ഷണത്തളിക വെച്ചു കൊടുത്താൽ അവരതിലേക്ക് കൈനീട്ടുന്ന പോലെ നിങ്ങളുടെ ദേഹത്തേക്ക് മറ്റു സമുദായങ്ങൾ മുഴുവനും മുസ്ലിമിനെ കൊല്ലുകയും മുസ്ലിമിനെ ചൊട്ടുകൊല്ലുകയും ചെയ്താൽ പോലും അതെല്ലാം സോഷ്യൽ മീഡിയകളിൽ ലൈക്ക് അടിക്കുകയും പിഞ്ചു മക്കളെ പോലും ചവിട്ടിക്കൊല്ലുമ്പോൾ മുളയിലെ നുള്ളണമെന്ന് കമന്റ് അടിക്കുകയും ചെയ്യുന്നത് മുസ്ലിമീങ്ങളല്ല. മനുഷ്യത്വം എന്ന ഒരൊറ്റ സംഗതി മനസ്സിലുണ്ടെങ്കിൽ മനുഷ്യനോട് ക്രൂരത കാണിച്ചുകൂടാ എന്ന് മനുഷ്യത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും പറയാൻ കഴിയാത്ത കമന്റുകൾ മുസ്ലിമീങ്ങളെ ചുട്ടരിക്കുമ്പോൾ ലൈക്കടിക്കുന്ന ആളുകൾ മലയാള മണ്ണിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ വേദന തോന്നുന്നുണ്ട്. ഏത് ജാതിയാവട്ടെ, ഏത് മതമാവട്ടെ, നമ്മളാണെങ്കിൽ അത് ചെയ്യുമോ? ഏതെങ്കിലും ഒരു അന്യമത വിശ്വാസിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമ്മൾ ലൈക്കടിക്കാൻ പാടുണ്ടോ? പാടില്ലല്ലോ. ഫീ കുല്ലി റത്ബിൻ കബിദിൻ റത്ബിൻ, എല്ലാ ജീവനുള്ള കരളുള്ള സാധനത്തിന് നന്മ ചെയ്താലും കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. പൂച്ചയ്ക്ക് പോലും, ഒരു നായക്ക് പോലും, നായ മുഹല്ലമായ നജസായിരിക്കെ ആ നായക്ക് പോലും വെള്ളം കുടിപ്പിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടേത്. അങ്ങനെ വരുമ്പോൾ മനുഷ്യർക്ക് നന്മ ചെയ്താൽ എത്ര കൂലിയാണ്? മനുഷ്യത്വം മുസ്ലിമിൽ മരവിച്ചു പോവാൻ പാടില്ല. ഒരു മുസ്ലിമിൽ അത് മരവിച്ചു പോവുകയുമില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു, 1400 വർഷങ്ങൾക്കപ്പുറം വരാൻ പോകുന്ന ഒരു ഉമ്മത്തിനോട്, നമുക്ക് ശേഷം വരാൻ പോകുന്ന ഉമ്മത്തിനോട്, കമാ തദാഅൽ നഖ്ലതു ഇലാ ഖസ്അതിഹാ, ഒരു പാത്രത്തിലേക്ക് കൈനീട്ടുന്ന പോലെ നിങ്ങൾക്ക് മീതെ ആളുകൾ കൈനീട്ടും. മുസ്ലിം പെണ്ണിനോട് അവൾ മഫ്ത ധരിക്കരുത്, ഹിജാബ് ധരിക്കരുതെന്ന് പറയും. എന്നാൽ ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ, നന്നുകൾ, പള്ളികളിൽ ജോലി ചെയ്യുന്ന, ക്രിസ്തീയ പള്ളികളിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ, അവര് തലമറക്കാം, അവർക്ക് ബുർഖ പോലെയുള്ള വസ്ത്രം ധരിക്കാം, ആരും അവരെ കുറ്റം പറയില്ല. ഒരു തലപ്പാവ് ധരിച്ച് ഏതെങ്കിലും ഇന്റർനാഷണൽ ബോർഡർ കടക്കുകയാണെങ്കിൽ എയർപോർട്ടിൽ പിടിച്ചുവെക്കും, ബോർഡറുകൾ പിടിച്ചുവെക്കും. സ്ക്രീനിങ്ങൾക്ക് മേൽ സ്ക്രീനിങ് നമ്മുടെ നാട്ടിലെ എയർപോർട്ടുകളിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടത്. എന്നാൽ സിഖുകാരന് എത്രയും വലിയ തലപ്പാവ് കെട്ടിയിട്ട് കടന്നു പോരാം, അവരാർക്കും അത് പ്രശ്നമല്ല. ഒരു മുസ്ലിയാർ അത് ചെയ്താൽ അവൻ കുറ്റക്കാരനാണ്, അവൻ ക്രിമിനലാണോ? സ്ക്രീനിങ് മുഴുവനും കഴിഞ്ഞു വന്ന് ഏതൊരു യാത്രക്കാരനും ചെയ്യുന്ന എല്ലാ ഫോർമാലിറ്റീസും ചെയ്തു വന്ന് എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ആവാൻ നേരത്ത് പാസ്പോർട്ട് നോക്കുമ്പോൾ പേരുണ്ട്. നിങ്ങളെ ഒന്നുകൂടെ സ്കാൻ ചെയ്യണം, നിങ്ങളുടെ ചെരുപ്പൊന്ന് സ്കാൻ ചെയ്യണം, ലഗേജ് ഒന്ന് സ്കാൻ ചെയ്യണം. ഞാൻ അനുഭവിക്കുന്നുണ്ടത്, എത്രയോ ആളുകൾ അനുഭവിക്കുന്നുണ്ടത്. തദാഅ അലൈക്കുമുൽ ഉമം കമാ തദാഅൽ നഖ്ലതു ഇലാ ഖസ്അതിഹാ,
നിങ്ങൾക്കിത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിച്ചു പോയി, നബിയേ അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളെന്ന് എണ്ണത്തിൽ കുറവായിരിക്കും എന്നതുകൊണ്ടാണോ, ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്നതുകൊണ്ടാണോ? കല്ല, അതൊരു സംഭവമേ അല്ല. നിങ്ങൾ എണ്ണത്തിൽ ഒട്ടും കുറവല്ല. എന്നാൽ അൻതും യൗമഇദിൻ കസീർ, നിങ്ങളെന്ന് ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, ഒലിവ് വെള്ളത്തിൽ ഓവുചാലുകളിൽ അഴുക്കുകളും പ്ലാസ്റ്റിക്കുകളും ഒഴുകിങ്ങനെ പോകുന്ന പോലെ ലോകത്തിന്റെ കുത്തൊഴുക്ക് എങ്ങോട്ടാണോ നിങ്ങൾ അങ്ങോട്ട് പോകും. ലോകം പോകുന്നത് എല്ലാ ഞായറാഴ്ചയും റിലീസാവുന്ന പുതിയ സിനിമ കാണാനാണോ? പർദ്ദയിട്ട് നിങ്ങളും പോകുന്നുണ്ട് അവിടെ. നിങ്ങളും പോകുന്നുണ്ട് നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കൂടെ ഇരിക്കാൻ. ലോകത്തിന്റെ പോക്ക് അങ്ങോട്ടാണെങ്കിൽ ഞങ്ങളും അങ്ങോട്ട്. മഗ്രിബും അശറും ഖളാ ചെയ്ത് സ്പോർട്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഗാലറികൾ ഇരിക്കലാണ് ലോകത്തിന്റെ ട്രെൻഡെങ്കിൽ നിങ്ങളും പോയിരുന്ന് നിസ്കാരം ഖളാ ആക്കുന്നുണ്ട് അവിടെ. ലോകത്തിന്റെ ട്രെൻഡ് തിന്മ ചെയ്യലാണെങ്കിൽ ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും ആണെങ്കിൽ +2 പഠിക്കുന്ന മക്കൾ മുതൽ ആരംഭിക്കുന്നുണ്ട് ഈ പ്രേമത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ചരിത്രം. ലോകം എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് നിങ്ങളുണ്ട്. ഇതെനിക്ക് ഹറാമാണ്, എനിക്ക് പരലോകമുണ്ട്, എനിക്ക് അള്ളാഹുവിനെ ചെന്ന് കാണേണ്ടതുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി വിചാരണയ്ക്ക് വിധേയമാവേണ്ട ആളാണ്, എനിക്ക് റബ്ബിന്റെ സ്വർഗം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം ഈ അഴുക്കിലൊഴുകുന്ന അഴുക്കിനെ പോലെ ഒഴുകേണ്ടവരല്ല. പക്ഷേ നിങ്ങൾ അഴുക്കുകൾ ഒഴുകുന്ന പോലെ കൂടെ ഒഴുകുന്നവരാണ്. നിങ്ങളിൽ നിങ്ങളുടെ വ്യക്തിത്വമില്ല. നിങ്ങൾ മുസ്ലിം ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾ അവരിൽ ഒരാൾ പേര് കേട്ടാൽ മുസ്ലിമാണെന്നറിയില്ല, ചേലും കോലവും കണ്ടാൽ ഏത് ജാതിയാണെന്നറിയില്ല. താനൊരു മുസ്ലിമാണെന്നറിയപ്പെടാനുള്ള ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നത് പോലും ഭയന്നു പോകുന്ന ഒരു കാലം. ഒലിവ് വെള്ളത്തിലെ ചണ്ടികളെന്നല്ലാതെ അതിലും നല്ല പദപ്രയോഗം അഷ്റഫുൽ ഖൽഖിന് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ടാണ് നിങ്ങൾക്ക് മീതെ ആളുകൾ കൈവക്കുന്നത്. നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയം അള്ളാഹു എടുത്തു കളയും. മുസ്ലിമീങ്ങളെ ഒരു ഭയമുള്ള കാലം, ഒരു പേടി, ഒരു ഗാംഭീര്യം, ഒരു ആദരവ്. മഹാനായ ഖാദി ഹുസൈനാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചാരത്താണിത്. ഈ മഹാനുഭാവൻ, ആദിഞ്ഞാലിലെ മഹാനുഭാവൻ, പൂച്ചക്കാട് ഖാദിയാർ, മറ്റു പ്രഗത്ഭരായ പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ ജീവിച്ച കാലത്ത് എങ്ങനെയാണ് ഇവിടത്തെ അമുസ്ലിമീങ്ങളായ ആളുകൾ അവരെയൊക്കെ ആദരിച്ചിരുന്നത് എന്ന് നമ്മളൊന്ന് ചരിത്രം കേൾക്കണം. കാരണവന്മാരിൽ നിന്ന് നമ്മൾ അറിയണം എന്തൊരു ആദരവ് നമുക്കുണ്ടായിരുന്നുവെന്ന്. നമുക്കിന്ന് ആദരവിന്റെ കുറവല്ല, ആദരവുണ്ട്. പേടിപ്പിച്ചു നിർത്തിയിട്ട് ഇവിടെ കലാപമുണ്ടാക്കി കളയും, അതുകൊണ്ട് അവരോട് തൊടാൻ പോകണ്ട. അതല്ല ആദരവ്. സത്യവിശ്വാസിയുടെ ജീവിതം കാണുമ്പോൾ മനസ്സിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന ഒരു ഭയമുണ്ട്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അല്ലാഹുവിനെ ആരെങ്കിലും പേടിച്ചാൽ ആ മനുഷ്യനെ എല്ലാവരും പേടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ ആരെങ്കിലും പേടിച്ചാൽ അവരെ മറ്റു എല്ലാം പേടിക്കും. ആ ഒരു ഹൈബത്തും വഖാറും നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു അന്ന് എടുത്തു കളയും. വലയഖദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു വഹൻ എന്ന് പറയുന്ന ഒരു അസുഖം അല്ലാഹു ഇട്ടുതരും. ഖീല മൽ വഹനു യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് നബിയേ വഹൻ എന്ന് പറയുന്നത്? ഖാല ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള കൊതി, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം, ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ. പഠിക്കുന്നവൻ പഠിക്കുന്നത് ഒരു 18 ആയാൽ വിസ എടുത്ത് കടന്നു കളയണം. ഒരു കോഴ്സ് പഠിക്കുന്നത് നല്ല ഒരു ജോലി വേണം. ഈ നല്ലതിന്റെ അർത്ഥം എന്താണ്? ജനങ്ങൾക്ക് നല്ല സർവീസ് അല്ല, നല്ല ശമ്പളം വേണം. നല്ല ഒരു ജോലി എന്ന് പറയുമ്പോഴും നമ്മൾ ക്യാഷിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മനുഷ്യന് പൈസ മതി, കാശ് എങ്ങനെ ഉണ്ടാക്കാം, അത് ഏത് തട്ടിപ്പ് ചെയ്തും കാശുണ്ടാക്കുന്നവരെ. അങ്ങനത്തെ ഒരു കാലം വരും. വകറാഹിയത്തുൽ മൗത്ത്. മരണം നിങ്ങൾക്ക് വെറുപ്പായിരിക്കും, മരിക്കാൻ നിങ്ങൾക്ക് വെറുപ്പായിരിക്കും, വെറുപ്പ് വരും. ആ ഒരു കാലം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിന്നാണ് ലോകത്തിന്റെ അന്ത്യത്തെ കുറിക്കുന്ന ചർച്ചകൾ ആരംഭിക്കുന്നത്. ലോകത്തിന് അന്ത്യമുണ്ടെന്ന് ബൈബിൾ പുസ്തകത്തിൽ കാണാം, തൗറാത്തിലുണ്ട്, ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ട്, പുരാണങ്ങളിലുണ്ട്, ഇതിഹാസങ്ങളിലുണ്ട്. ഈ പ്രപഞ്ചത്തിന് നാശം, ഈ പ്രപഞ്ചത്തിന് ഒരു ഒടുക്കമുണ്ട്, ആരംഭമുള്ളതിന് അവസാനമുണ്ട്. ആ അവസാനത്ത് സംഭവിക്കാൻ പോകുന്ന നമ്മൾ ഇന്നേ വരെ കണ്ടുകഴിഞ്ഞ സംഭവങ്ങൾ,
നമ്മളിവിടെ മുമ്പ് ചർച്ച ചെയ്തത്, എന്നാൽ മറന്നുപോയിരിക്കാവുന്നത് നമ്മൾ ഓർക്കുക. ഇതുവരെ ഉമ്മത്ത് കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും നമുക്കൊന്ന് അയവിറക്കാം. എന്നിട്ട് എന്താണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്ന അത്ഭുതങ്ങളെന്ന് മുത്തുനബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഫിത്ന വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ ഈ ഉമ്മത്തിനെ അല്ലാഹു കാത്തു രക്ഷിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞത് 21-ാം നൂറ്റാണ്ടിൽ പുലർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇനി അയവിറക്കുന്നത്. അത് അയവിറക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് പറയുന്ന കാലത്ത് ഇതൊന്നും സംഭവിച്ചിട്ടില്ല. നബി തങ്ങളുടെ കാലശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഹബീബായ നബി തങ്ങൾ ആദ്യമായി പറയുകയാണ്, ളുഹൂറുൽ ഫിതൻ, പരീക്ഷണങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്റെ ഉമ്മത്തിന് വന്നുകൊണ്ടിരിക്കും. വഖബ്ദുൽ അമാന, വിശ്വസ്തത ഇല്ലാതെയാകും, വിശ്വസ്തത നഷ്ടപ്പെടുന്ന കാലം വരും. ഖബ്ദുൽ അമാന, വിശ്വസ്തത ഇല്ലാതെയാവുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഖബ്ദുൽ ഇൽമി, ഇൽമിന്റെ മഹാഗോപുരങ്ങളായ പണ്ഡിതന്മാർ ലോകത്ത് നിന്ന് മറഞ്ഞു പോകും. ലക്ഷക്കണക്കിന് ആലിമീങ്ങളെ വാർത്തുവിട്ട മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറ, പ്രഗൽഭനായ ആലിം ഷംസുൽ ഉലമായി, പണ്ഡിതന്മാരുടെ ഷംസ്, പണ്ഡിതന്മാരുടെ സൂര്യനാണ് എന്ന് അറബ് രാജ്യങ്ങളിൽ പോലും മഹാനെ സംബന്ധിച്ച് അറബ് പണ്ഡിതന്മാർ പ്രശംസ പറഞ്ഞിരുന്ന മഹാവിജ്ഞാനത്തിന്റെ ഗോപുരമായിരുന്നവർ ഈ ഉമ്മത്തിനോട് വിട പറഞ്ഞു പോയി. അടുത്ത കാലത്ത് വിരലെണ്ണാവുന്ന ആലിമീങ്ങളല്ലേ, റബ്ബാനികളായ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന ആലിമീങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന കാലം. മഹാനായ സൈനുൽ ഉലമ, കർമ്മശാസ്ത്ര നിയമങ്ങൾ തോട്ടത്തിൽ കിളക്കുന്ന നേരത്ത് ഏതെങ്കിലും മസ്അല ചോദിക്കാൻ ഏതെങ്കിലും മഹല്ലുകാർ വന്നാൽ ആ കൈക്കോട്ട് എടുത്തു വെച്ചിട്ടതിന്റെ പുറം ഭാഗത്ത് പേപ്പറിൽ മസ്അല എഴുതി കൊടുക്കാൻ കഴിയുമായിരുന്ന ഫഖീഹായിരുന്നു മഹാനായ ചെറുശ്ശേരി ഉസ്താദ്. വലിയ ആലിമല്ലേ, പ്രഗൽഭരായ ആലിമീങ്ങൾ ഓരോന്നോരോന്നായി വളരെ പെട്ടെന്നല്ലേ മരിച്ചു പോകുന്നത്. സാത്വികരായ പണ്ഡിതന്മാർ, മഹാന്മാരായ കുമരമ്പത്തൂർ മുഹമ്മദ് മുസ്ലിയാർ, കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, പ്രഗൽഭരായ സാത്വികര്, ബസ്സിൽ സീറ്റ് കിട്ടാതെ കമ്പി പിടിച്ചിട്ട് ജാമിഅ നൂരിയ അറബി കോളേജ് എന്ന പട്ടിക്കാട് നിന്ന് വീട് വരെ കരുവാരക്കുണ്ടിലേക്ക് യാത്ര ചെയ്തിരുന്ന റബ്ബാനിയായ ആലിമായിരുന്നില്ലേ മഹാനായ കാളമ്പാടി ഉസ്താദ്. ഇവരെ പോലെയുള്ള മഹത്തുക്കളെല്ലാം വളരെ പെട്ടെന്നല്ലേ കഴിഞ്ഞു പോയത്. എത്ര പെട്ടെന്നാണ്. ദുന്യാവ് ആഗ്രഹിക്കാത്ത ആളുകളെല്ലാം കടന്നു പോകുന്നു വളരെ പെട്ടെന്ന്. ഖില്ലത്തുൽ ഇൽമ് കുറയുന്നത്, തഖാറുബുൽ സമാൻ, സമയം അടുത്തടുത്തേക്ക് വരികയാണ്. ഇതിന് പിതങ്ങൾ പറഞ്ഞു, സമയം പെട്ടെന്ന് കഴിയുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇതുപോലെ ഒരു വേദിയിൽ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ നമ്മൾ ഇമാം മഹ്ദി തങ്ങളെ കുറിച്ചുള്ള ചർച്ച ചെയ്തിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ഒരു കൊല്ലം കഴിഞ്ഞത്, എത്ര പെട്ടെന്നാണ് ജനുവരിയിൽ നിന്ന് ജനുവരിയിലേക്ക്, റമദാനിലേക്ക്, റബീഉൽ അവ്വലിൽ നിന്ന് അടുത്ത റബീഉൽ അവ്വലിലേക്ക്, എത്ര പെട്ടെന്നാണ് കാലം ഓടുന്നത്. തഖാറുബുസ് സമാൻ, കാലം വളരെ പെട്ടെന്ന് കഴിയുന്നത്. മക്കൾക്ക് വളരെ പെട്ടെന്ന് അവർ ജനിച്ചു, വളർന്നു, സ്കൂളിലെത്തി, ഹൈസ്കൂളിലെത്തി, കല്യാണം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, മക്കളായി, തലമുറയാകുന്നു വളരെ പെട്ടെന്ന്. ചെറുപ്പക്കാർ യൗവനം കഴിഞ്ഞു പോകുന്നത് പോലും അറിയാത്ത രീതിയിൽ കാലം വളരെ പെട്ടെന്ന് ഓടുകയാണ്. ഇത് നബി തങ്ങൾ പറഞ്ഞ ഒരു ഹബീബിന്റെ ഹദീസാണിത്. കസറത്തു അഅ്വാനിൽ ഉലമ, അക്രമികളായ ആളുകൾ കൂട്ടം കൂടുന്ന കാലം. ഗാങ്സ്റ്റേഴ്സ്, തെരുവുകളിൽ അക്രമം അടിച്ചുവിടുന്ന സംഘങ്ങൾ, കൊള്ള സംഘങ്ങൾ, ഗുണ്ടാ സംഘങ്ങൾ ലോകത്ത് വർദ്ധിക്കും. കസറത്തു അഅ്വാനിൽ ഉലമ, ആക്രമിക്കാനുള്ള സംഘം, കൊട്ടേഷൻ സംഘം എന്നല്ലേ പറയുന്നത്. ആ വാക്കല്ലേ ഹദീസ് സൂചിപ്പിക്കുന്ന സംഘം ആളുകൾ തിന്മ ചെയ്യാൻ, ഇന്ന ആളിനെ വധിക്കണം, കൊല ചെയ്യണം, കയ്യും കാലും വെട്ടിനുറുക്കണം എന്നൊക്കെ ചെടികളെ വെട്ടിനുറുക്കുന്ന പോലെ, ഒരു മരം വെട്ടിനുറുക്കുന്ന പോലെയല്ലേ ജീവനുള്ള മനുഷ്യന്മാരെ ഈ കൊലയാളി സംഘങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പറയും ആള് മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. കസറത്തു അഅ്വാനിൽ ഉലമ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഇന്തിശാറുസ് സിനാ, വ്യഭിചാരം വർദ്ധിച്ചു കൊണ്ടിരിക്കും. വ്യഭിചാരം ഒരു പ്രശ്നമല്ലാതെയാവുന്ന കാലം, വ്യഭിചാരം പ്രശ്നമല്ലാതെയാവുന്ന കാലം. കാഞ്ഞങ്ങാട് ടൗണിൽ പർദ്ദ ധരിച്ചു വന്നൊരു പെണ്ണ് ഒരു അന്യ ആളിനോട് കുശലം പറയുന്നു, വർത്തമാനം പറയുന്നു, നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നു. ആ സംഭവം അതുപോലെ ഒരു കൊല്ലം മുമ്പ് മറ്റൊരാൾക്ക് അനുഭവം ഉണ്ടാകുന്നു. നമ്മുടെ നാട്ടിൽ, നമ്മുടെ അങ്ങാടികളിൽ, കാഞ്ഞങ്ങാട് ടൗണിൽ ഇന്ന് നടന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതിശയോക്തി തോന്നരുത്. നോക്കുമ്പോൾ അത്യാവശ്യം ഒരു 10-40 വയസ്സുള്ള പെണ്ണാണത്രേ. ചോദിക്കുന്നു, നമ്പർ ഏതാ? പരിചയപ്പെടുന്നു, ഇഷ്ടം കൂടുന്നു. എന്താണാവോ ദുരുദ്ദേശം, എന്താണാവോ ഈ ചോദ്യത്തിന്റെ ഉത്തരം? ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ഇന്തിശാറുസ് സിനാ, പ്രവാസികളായ ആളുകളുടെ വീടുകളിൽ
വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഉമ്മമാർ, ഭാര്യമാർ, ഡിഗ്രി പ്രായമെത്തിയ മക്കൾ, സ്കൂളിലും കോളേജിലും പോകുന്നവർ, അവരെയൊക്കെ കഴുകക്കണ്ണോടുകൂടെ നോക്കുന്ന കാമവെറിയന്മാരായ ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യഭിചാരത്തിന് തന്നെ ആണുങ്ങളെ ക്ഷണിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകുന്നത് ഗുരുതരമല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാതുൻ. ഒരു കാലഘട്ടം വരും പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അത് വസ്ത്രം ധരിക്കാത്ത പോലെയാണ്. അവരുടെ പർദ്ദ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രം അവരുടെ ശരീരഭാഗം കൃത്യമായും അളന്ന് തിട്ടപ്പെടുത്തുന്ന പോലെ ശരീരത്തിന്റെ വണ്ണവും വലുപ്പവും എല്ലാം കാണിക്കുന്ന വസ്ത്രം ഇത് പെണ്ണിന് ഹറാമാണ്. പെണ്ണിന് ഇത് പാടില്ല. ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ തൊലി നിറം കാണുന്നതും ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്നതുമായ വസ്ത്രം പെൺകുട്ടികളോ പ്രായമായ പെൺകുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകളോ ധരിക്കാൻ പാടില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചണ്ടിയാണ്, വെള്ളത്തിൽ ഒഴുകുന്ന ചണ്ടിയാണ്. സിനിമയിൽ അതല്ലേ നടിമാരെ ധരിക്കുന്നത്? അതാവട്ടെ, എനിക്ക് ആ നടി ഇന്ന വസ്ത്രമല്ലേ ധരിച്ചത്, എനിക്ക് അത് വേണം, ഈ വസ്ത്രം എനിക്ക് വേണ്ട, ഇത് കഴിഞ്ഞ സിനിമയിൽ ഇറങ്ങിയതാണ്, അത് ഔട്ട് ഓഫ് ഫാഷനാണ്, പുതിയ വസ്ത്രം ഇറങ്ങിയിട്ടുണ്ട് പുതിയ സിനിമയിൽ. ഇത് നമ്മുടെ മാപ്പിളമാരുടെ പെൺമക്കൾ പറയുന്ന കാലം അതല്ലയോ? ഒലിവ് വെള്ളത്തിലെ ചണ്ടികളെ പോലെ ഈ ഉമ്മത്ത് മാറുന്ന ഒരു കാലം. ഹബീബിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അത് ചെവിക്കൊള്ളാൻ ആളില്ല. ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന വസ്ത്രം ധരിക്കല്ലേ എന്ന് ഭർത്താവ് പറഞ്ഞാൽ നിങ്ങളൊരു പഴഞ്ചൻ, അവളെ കണ്ടില്ലേ, എത്ര ആളാ അവൾ പോകുമ്പോൾ നോക്കുന്നത്, എന്നെ ആരും ഈ മുടി പുതച്ച് പോകുമ്പോൾ നോക്കുന്നില്ലല്ലോ. മോളെ, ഈ നോട്ടത്തിനെയാണ് നബി തങ്ങൾ പറഞ്ഞത് മായിലാതുൻ മുമീലാതുൻ. പുരുഷന്മാരിലേക്ക് ആകർഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ, മുമീലാതുൻ, പുരുഷന്മാരെ തങ്ങളിൽ ആകർഷിപ്പിക്കുന്ന പണി ചെയ്യുന്നവരെ. അല്ലാഹു നമ്മുടെ പെൺമക്കളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഉമ്മച്ചിനെ, ചെറുപ്പക്കാരെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വ്യഭിചാരം ഒരു ഹറാമാണെന്ന, എറിഞ്ഞു കൊല്ലപ്പെടേണ്ട ശിക്ഷയാണെന്ന ഒരു ബോധം പോലുമില്ലാതെ, നിസ്സാരമായി ഗൗരവമില്ലാതെ കാണുന്ന ഒരു കാലം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വന്തിശാറുർ റിബാ, പലിശ വർദ്ധിക്കുന്നത്, പലിശയുടെ ഉപയോഗം വർദ്ധിക്കുകയാണ്. പലിശയുടെ ഉപയോഗം വർദ്ധിക്കുന്ന കാലം പറയേണ്ടതുണ്ടോ? സ്ഥലം വാങ്ങിച്ചത് പേഴ്സണൽ ലോൺ കൊണ്ട്, സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ വീടുണ്ടാക്കാൻ ഹോം ലോൺ, ആ സ്ഥലം പിന്നെ മോർഗേജ്, അതിന് പകരം വാഹനത്തിന്, കുട്ടികളെ പഠിപ്പിക്കാൻ, വിദേശ യാത്രക്ക്, ആശുപത്രിയിലെ ചെലവിന് പോലും ഇൻഷുറൻസ് പരിരക്ഷകൾ, ഇൻഷുറൻസ് പലിശയാണ്. ആർക്കാണത് അറിയാത്തത്? നിർബന്ധിതമായ ഒരു ഗവൺമെന്റ് നിർബന്ധമാക്കുകയോ ഒരു മനുഷ്യന്റെ ഗത്യന്തരമില്ലാത്ത അവസ്ഥകൾ വരുമ്പോഴോ അല്ലാതെ അള്ളാഹു പൊറുക്കാത്ത പാതകങ്ങൾ എല്ലാം ഈസിയാണ്. പലിശ ഉപയോഗം വളരെ സുലഭം. നമ്മുടെ ബിൽഡിങ്ങുകളെങ്ങാനും ഏതെങ്കിലും ഒരു ബാങ്കുകൾക്ക് ജോലി വർക്ക് ചെയ്യാൻ വേണ്ടി വാടകക്ക് കൊടുക്കുമ്പോൾ പോലും ഒരു മുസ്ലിം അത് അള്ളാഹുവിന് ഇഷ്ടമാണോ എന്ന് ആലോചിക്കണം. ഇസ്ലാമിക് ബാങ്കിങ് അല്ലെങ്കിൽ അത് പലിശ ബാങ്കിങ് ആണ്. പലിശ ബാങ്കിങ്ങിന് നമ്മൾ സഹായം ചെയ്യുന്നത് ഒരുപോലെ കുറ്റകരമാണെന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാടക നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ആ വാടക നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഹറാമിന്റെ പൈസയല്ലേ അത്? മുസ്ലിമീങ്ങൾ ആലോചിക്കണം. അമുസ്ലിമീങ്ങൾ ഈ വർത്തമാനം കേട്ട്, പ്രഭാഷണം കേട്ട് വിഷമത്തിലാവരുത്. ഇത് മുസ്ലിമിന്റെ ജീവിതം ക്രമപ്പെടുത്താനുള്ള വാളാണിത്. ഇത് മുസ്ലിമീങ്ങളെയാണ് ഉദ്ദേശിച്ചത്, അവരുടെ ഈമാൻ വർദ്ധിക്കുവാനും അവരുടെ പരലോകം നാളെ രക്ഷപ്പെടാനും. അതുകൊണ്ട് ബാങ്കുകൾക്ക് വാടക കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കണ്ട. ഇത് മുസ്ലിമിന്റെ നിയമമാണ്, ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. ഇത് മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. ഇന്തിശാറുർ റിബാ, പലിശയുടെ ഉപയോഗം ലോകത്ത് വർദ്ധിക്കുന്നു. ളുഹൂറുൽ മആസിഫി വസ്തിഹ്ലാലുഹാ, ളുഹൂറുൽ മആസിഫി വസ്തിഹ്ലാലുഹാ. മ്യൂസിക് ഉപകരണങ്ങൾ ഒരുപാട് പ്രത്യക്ഷപ്പെടും. മ്യൂസിക് ഉപകരണങ്ങൾ, എന്തെല്ലാം ഇൻസ്ട്രുമെന്റുകൾ, ഡ്രമ്മും വയലിനും ഓർക്കസ്ട്രയും എല്ലാം ഒരുമിച്ച് ഒരാളിന്റെ കൈകളിലും കാലുകളിലും സ്വിച്ചുകളിലും പെരുമാറാൻ കഴിയുന്ന വിധം മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മ്യൂസിക് ഹലാലാണെന്ന് വാദിക്കപ്പെടുകയും അങ്ങനെ പ്രസംഗിക്കപ്പെടുകയും അതിലൊരു കുഴപ്പവുമില്ലെന്ന് പറയുകയും ചെയ്യുന്ന കാലം. അത് ഹബീബായ നബി തങ്ങൾ ഗൗരവത്തിൽ പറഞ്ഞു, അത് കുഴപ്പമില്ലല്ലോ, അത് അങ്ങനത്തെ മ്യൂസിക്കല്ലേ കുഴപ്പമുള്ളൂ, ഇസ്ലാമിക പാട്ടിന് മ്യൂസിക്കിന് വിരോധമില്ല എന്ന് പറയുന്നത് പോലും ഈ ഹദീസിന്റെ പരിധിയിൽ വരും. മ്യൂസിക്കിനെ ഹലാലുവൽക്കരിക്കുന്ന കാലം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ അത് ആരാ ചെയ്യുന്നത്? പണ്ഡിതന്മാരിൽ ചില ആളുകൾ തന്നെ, ആലിമീങ്ങൾ എന്ന് പറയുന്നവർ തന്നെ. ലോകത്തിന്റെ എല്ലാ, നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇപ്പൊ തുടങ്ങിയത്. ഇത് ആരംഭിച്ചു വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ മുമ്പേ. ഈജിപ്തിലൊക്കെ എത്രയോ പിഴച്ച ഫത്വകൾ മ്യൂസിക്കിനെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞു കാലങ്ങൾക്ക് മുമ്പ്. അതിപ്പോ നമ്മുടെ നാട്ടിലേക്കും ചേക്കേറി കഴിഞ്ഞു.